ഹലോ, ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, സോ ഞാനിവിടെ എന്റെ സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ലൈഡ് ഷെയർ ചെയ്ത് വിസിബിൾ ആണോ? വിസിബിൾ ആണെങ്കിൽ ജസ്റ്റ് വിസിബിൾ എന്നൊന്ന് കമന്റ് ചെയ്യും. എനിക്ക് നിങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല, ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, അബി പറയുന്നത് വിസിബിൾ. ഫൈൻ 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 ഫൈൻ. ഓക്കെ, സോ അപ്പോ ഫൈൻ ഫൈൻ, വെരി താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? നമ്മൾ ഗ്ലൈക്കോലൈസിസ് ഡിസ്കസ് ചെയ്തു, ദെൻ ക്രെബ് സൈക്കിൾ ഡിസ്കസ് ചെയ്തു, ലിങ്ക് റിയാക്ഷൻ ഡിസ്കസ് ചെയ്തു, ദെൻ നമ്മൾ എയറോബിക് റെസ്പിറേഷനിലെയും അനേറോബിക് റെസ്പിറേഷനിലെയും എത്ര എ ടി പി ഫോം ചെയ്തു, അതുപോലെ എത്ര എൻ എ ഡി ബി ഫോം ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശരിയാണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്ലൈക്കോലൈസ് ഡിസ്കസ് ചെയ്തു, ക്രെബ് സൈക്കിൾ ഡിസ്കസ് ചെയ്തു, ഇലക്ട്രോൺ ദെൻ ലിങ്ക് റിയാക്ഷൻ എല്ലാം ഡിസ്കസ് ചെയ്തു. അതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് കിടക്കാൻ പോകുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ടാണ്. നെക്സ്റ്റ് കിടക്കാൻ പോകുന്നത് നമ്മൾ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ടാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയോ? എന്തിനാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത്? കാരണം നമ്മൾ ഗ്ലൈക്കോലൈസ് എടുത്തു, ലിങ്ക് റിയാക്ഷൻ എടുത്തു, ക്രെബ് സൈക്കിൾ എടുത്തു, ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ടി പി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എൻ എ ഡി എച്ച് ടു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ദെൻ അതുപോലെ എഫ് എ ഡി എച്ച് ടു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരിയാണല്ലോ? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, എഫ് എ ഡി എച്ച് ടു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം പ്രൊഡ്യൂസ്, എനർജി കോമ്പൗണ്ട്സ് റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? അതിന്റെ യൂസ് എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയും? നമ്മൾ എന്തിനാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ എന്ത് ഐഡിയ ആണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, തെറ്റിയാലും കുഴപ്പമില്ല. ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം? ഓക്കെ, അജിത്ത് പറയുന്നു ബയോസിന്തസിസ്. ഓക്കെ, എനിത്തിങ് എൽസ്? എടാ ഇത് സംഭവം, ഓക്കെ, ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നു അബി. ഓക്കെ ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ടു കൺവേർട്ട് എൻ എ ഡി എസ് എഫ് എ ഡി എസ് ടു ഡി എ ടി. ഓ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സി, ഇതെന്താണ് സംഭവം എന്ന് വെച്ചാലേ, നമുക്കറിയാം നമ്മുടെ എ ടി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളത് പോലെ. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അപ്പൊ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷെ എൻ എ ഡി എസ് ടു ആൻഡ് എഫ് എ ഡി എസ് ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ ഈ എ ടി എം കാർഡ് എ ടി എം മെഷീനിൽ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. റൈറ്റ്? സോ എൻ എ ഡി എസ് ആൻഡ് എഫ് എ ഡി എസ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് എന്താ പറയാ, നമ്മുടെ അക്കൗണ്ടിലും ക്യാഷ് ഉണ്ട്, അല്ലെ ഇതൊരു ഡിജിറ്റൽ കറൻസിയാണ്. ഈ ഡിജിറ്റൽ കറൻസി എന്തായിട്ട് മാറ്റണം? നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ക്യാഷ് ആക്കി മാറ്റണം. അതിന് എന്ത് ചെയ്യണം? നമ്മൾ എ ടി എം എടുത്തിട്ട് എ ടി എം മെഷീനിൽ എന്താ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ക്യാഷ് എടുക്കുന്നു. അതുപോലെ ഈ എൻ എ ഡി എസ് ടുവിനെയും എഫ് എ ഡി എസ് ടുവിനെയും ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട് കടത്തി വിടുമെന്ന് സംഭവിക്കും. അതെന്തായിട്ട് മാറും? ഇ ടി പി ആയിട്ട് മാറും. ദെൻ ഇവിടെ അന്ന പറഞ്ഞ പോലെ എൻ എ ഡി എസ് ടു എന്ത് ഫോം ചെയ്യും? 3 എ ടി പി ഫോം ചെയ്യും. അതുപോലെ എഫ് എ ഡി എസ് ടു എന്ത് ഫോം ചെയ്യും? 2 എ ടി പി ഫോം ചെയ്യും. പക്ഷെ ഈ എ ടി പി ഫോം ചെയ്യുന്നത് എപ്പോഴാ? ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടത്തി വിടുമ്പോഴാണ്. ഓക്കെ, ഇനി അത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡിസ്കസ് ചെയ്യും, ദെൻ കോമൺ റെസ്പിറേറ്ററി പാത്വേ, ദെൻ
റെസ്പിറേറ്ററി ക്വസ്റ്റ്യൻ. ഈ 3 ടോപ്പിക്സ് ആണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യും. അതാണ് പർപ്പസ്. ഇനി ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ നീറ്റ് എക്സാമിൽ ക്വസ്റ്റ്യൻ വരും, അതിലാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പൊ PYQs ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളതൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോ പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻസ് അധികം സ്റ്റുഡൻസ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ റാങ്കിങ്ങിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇപ്പോ എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങളും ചെയ്താല് എല്ലാവർക്കും മാർക്ക് കൂടും, റാങ്കിങ്ങിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്യൂല. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ റാങ്കിങ്ങിൽ ഒരുപാട് ചേഞ്ചസ് വരും, റാങ്കിങ്ങിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വരും. ഓക്കെ, നൗ സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇവിടെ പലതരത്തിലുള്ള കോംപ്ലക്സ് ഉണ്ട്. ഈ ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലക്സ് 1 എന്താണ്, NADH ഡീഹൈഡ്രോജനേസ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ടത് വിവിധങ്ങളായിട്ടുള്ള കോംപ്ലക്സുകളും അവരുടെ പേരുമാണ്. ഓക്കെ ആണോ? സോ കോംപ്ലക്സ് 1 എന്താണ്, NADH ഡീഹൈഡ്രോജനേസ്. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് 2 എന്താണ്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. കോംപ്ലക്സ് 2 ഞാൻ പറഞ്ഞു, കോംപ്ലക്സ് 1 എന്താണ്, NADH ഡീഹൈഡ്രോജനേസ്, ഈ ബ്രാക്കറ്റിൽ കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് 2 എന്താണ്, പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. സ്ക്രീനിലുണ്ട്, ആൻസർ ആ സ്ക്രീനിലുണ്ട്. അബി ഒരു ആൻസർ പറഞ്ഞു, ബാക്കിയുള്ളവരുടെ ആൻസർ എന്താണ്? എല്ലാവരും ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, എല്ലാവരും ആൻസർ വരുന്നുണ്ട്. ഗുഡ് ഗുഡ്. സി ഇതേ ഈ കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. കോംപ്ലക്സ് 3 ആണ് എന്ത്, സൈറ്റോക്രോം BC1. ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? ദെൻ കോംപ്ലക്സ് 4 എന്താണ്, സൈറ്റോക്രോം C ഓക്സിഡേസ് ആണ്. ദെൻ ഇതിനെ ഈ വേണമെങ്കിൽ നമുക്ക് ഈ ഫൈനൽ തിങ്ങിനെ നമുക്ക് കോംപ്ലക്സ് 5 എന്ന് വിളിക്കാം. കോംപ്ലക്സ് 5, അതായത് F0F1 കോംപ്ലക്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിവിധങ്ങളായിട്ടുള്ള കോംപ്ലക്സുകളുടെ പേര് അറിയണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, നമ്മൾ ഈ കോംപ്ലക്സ് 1 എടുത്താലേ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സംഭവങ്ങൾ കാണാൻ പറ്റും. ഇവിടെ എന്തൊക്കെ ഉണ്ട്, FMN ഉണ്ട്, FES ഉണ്ട്, ഇവരൊക്കെ ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഓക്കെ ആണോ? അതുപോലെ UQ ഉണ്ട്, അതായത് യുബിക്വിനോൺ, UQH2 ഉണ്ട്. ദെൻ സൈറ്റോക്രോം B, FES, സൈറ്റോക്രോം C1, UQH2, ഇവിടെ FAD ഉണ്ട്, ഇവിടെ FES ഉണ്ട്, ഇവിടെ കോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ നീറ്റിന്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ കോപ്പർ, എത്ര കോപ്പർ ഉണ്ട് ഇവിടെ? ഇവിടെ 2 കോപ്പർ ഉണ്ട്, ശരിയല്ലേ? ഇവിടെ 2 കോപ്പർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു കോപ്പർ ആണ്, ഇത് സെക്കൻഡ് കോപ്പർ ആണ്. അതായത് 2 കോപ്പർ സെന്റേഴ്സ് ഉള്ള കോംപ്ലക്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്യണം? കോംപ്ലക്സ് 4 ആയിരിക്കും. അഥവാ സൈറ്റോക്രോം C ഓക്സിഡേസ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് 2 കോപ്പർ സെന്റേഴ്സ് ഉള്ള കോംപ്ലക്സ്. ഇത് നിങ്ങളുടെ NCERT-ലും കൊടുത്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ കാണിച്ചിട്ടുള്ളവരൊക്കെ എന്താണ്, ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഇതൊരു ഇലക്ട്രോൺ കാരിയർ ആണ്, ഇതൊരു ഇലക്ട്രോൺ കാരിയർ ആണ്, UQ ഒരു ഇലക്ട്രോൺ കാരിയർ ആണ്. എന്നാൽ നിങ്ങൾ ഈ ഇലക്ട്രോൺ കാരിയറുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില ഇലക്ട്രോൺ കാരിയർ സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അവര് മൂവ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ UQ എടുത്തു, നിങ്ങൾ FMN എടുത്തു, FES എടുത്തു, ഇവരൊക്കെ സ്റ്റാറ്റിക് ആ. പക്ഷെ നമ്മുടെ ഒരാളുണ്ട് ഇവിടെ, സൈറ്റോക്രോം C. നിങ്ങൾ ഇവിടെ കണ്ടോ സൈറ്റോക്രോം C? ഈ സൈറ്റോക്രോം C എന്ന് പറയുന്നത് എന്താ അറിയോ, മൊബൈൽ കാരിയർ. അതായത് ഇത് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഒപ്പം ഈ സൈറ്റോക്രോം C എവിടെയാണെന്ന് നോക്കൂ. ഈ സൈറ്റോക്രോം C വരുന്നത് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ, അതായത് ഇന്നർ മെംബ്രെയിൻ. ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഈ ഇന്നർ മെംബ്രെയിനിനെ ഔട്ടർ സർഫസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ എന്ത് കിടക്കുന്നത്, സൈറ്റോക്രോം C കിടക്കുന്നത്. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സപ്പോസ് റെസ്പിറേഷൻ നടക്കുന്ന ഇവിടെ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡബിൾ മെംബ്രെയിൻ, 2 മെംബ്രെയിൻ ഉള്ള ഓർഗൻ അല്ല, നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് പോലെ. അപ്പോ സപ്പോസ് ഇതെന്താണ്, ഇത് ഇന്നർ മെംബ്രെയിൻ ആണ്, ഇത് ഔട്ടർ മെംബ്രെയിൻ ആണ്, ഇതെന്താണ്, മാട്രിക്സ് ആണ്, ശരിയാണല്ലോ? അപ്പൊ സപ്പോസ് നിങ്ങൾ വിചാരിക്കൂ, ഞാൻ ഇന്നർ മെംബ്രെയിൻ എടുക്കുക. സപ്പോസ് ഇത് ഇന്നർ മെംബ്രെയിൻ ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇറേസ് ചെയ്യട്ടെ. ഓക്കെ,
നൗ അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കൂ, സപ്പോസ് യെസ്, സപ്പോസ് ഇത് ഇന്നർ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ഇത് ഇന്നർ മെംബ്രെയിൻ. സപ്പോസ് ഈ സ്പേസ് മാട്രിക്സ് ആണെന്ന് വിചാരിക്കും. മാട്രിക്സ് ലിക്വിഡ് പാർട്ട്, ഓൾമോസ്റ്റ് ലിക്വിഡ് പാർട്ട്. എന്നാൽ ഞാനിത് സപ്പോസ് ഈ പാർട്ട് ഔട്ടർ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കും. ഈ പാർട്ട് എന്താണ്? ഔട്ടർ മെംബ്രെയിൻ. അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് എന്തായിരിക്കും? ഈ ഇന്നറിന്റെയും ഔട്ടറിന്റെയും ഇടയിലുള്ള ഈ സ്പേസിനെ വിളിക്കുന്ന പേരെന്താണത്? ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. ഇന്നർ മെംബ്രെയിന്റെയും ഔട്ടർ മെംബ്രെയിന്റെയും ഇടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് 1 കാണാം, ദെൻ കോംപ്ലക്സ് 3 കാണാം, ദെൻ കോംപ്ലക്സ് 2 കാണാം, കോംപ്ലക്സ് 4 കാണാം, കോംപ്ലക്സ് 5 കാണാം. സോ ഈ ഇലക്ട്രോൺ കാരിയേഴ്സ് എവിടെയാണ് കാണുന്നത്? ഇന്നർ മെംബ്രെയിനിലാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോൺ കാരിയേഴ്സ് എവിടെ കാണുന്നത്? ഇന്നർ മെംബ്രെയിനിലാണ്. ഓക്കെ ആണ്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഇലക്ട്രോൺ കാരിയേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കണം. അതായത് ഒരു നീറ്റിൽ അവർ ചോദിച്ചത് ഈ ഇലക്ട്രോൺ കാരിയേഴ്സിന്റെ അറേഞ്ച്മെന്റ് ആണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇലക്ട്രോൺസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? NaDH2-വിനെ 3 ATP ആയിട്ട് കൺവേർട്ട് ചെയ്യണം, FADH2-നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? 2 ATP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ 4-ന് പറഞ്ഞ 2 കൊടുക്കുകയാണ്, നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ലേറ്റസ്റ്റ് NCERT ഒക്കെ കാണാം. ഇവിടെ 4 ഫൈൻ. ഓക്കെ, ജസ്റ്റ് കൊടുത്തു വിചാരിച്ചോളൂ. ഇനി ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം ഈ NaDH2 എന്ന് പറയുന്നത് എവിടെ ഫോം ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം ക്രെബ്സ് സൈക്കിൾ NaDH2 ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് മെട്രിക്സ് ആണ്. ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? NaDH2 ഫോം ചെയ്തിട്ടുണ്ട്. ഈ NaDH2 എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ NaDH2 എന്തായിട്ട് മാറും? NAD+ ആയിട്ട് മാറും. ഞാൻ ചോദിക്കട്ടെ, ഈ NaDH2 NAD+ ആയി കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? നിങ്ങൾ കമന്റ് ചെയ്യൂ. NaDH2 NAD+ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? കെമിസ്ട്രി ആണ്. കമന്റ് ചെയ്യൂ എല്ലാവരും. ഒന്ന് ഗസ് ചെയ്തോളൂ. അന്ന ഒരു ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, അബി ഒരു ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. സി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ NaDH2 NAD+ ആയി കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയി വരും, നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ NaDH2 NAD+ ആയി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ നടക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ നടക്കുന്നത്. ഈ NAD+ NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എന്താണ്? റിഡക്ഷൻ ആണ്. അത് നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്? നമ്മൾ ക്രെബ്സ് സൈക്കിളൊക്കെ NADH2 പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? NADH2 പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? NAD+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഇതെന്താണ്? റിഡക്ഷൻ ആണ്. ഓക്കെ ആണോ? ഇനി ഇവിടെ നടക്കുന്ന സംഭവം എന്താന്ന് ചോദിച്ചാല്, ഈ NaDH2 NAD+ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം NAD+ എങ്ങനെ NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? NAD+-ന് ഇലക്ട്രോൺ കിട്ടുന്നു, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ കിട്ടുന്നു, അതുപോലെ പെയർ ഓഫ് പ്രോട്ടോൺ കിട്ടുന്നു. അപ്പോഴാണ് NADH2 എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? NAD+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. വെൻ ദേ ആർ റിസീവിങ് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. സിമിലർ വേ NADH2 NAD+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ സോ ഓട്ടോമാറ്റിക്കലി ഈ ഇലക്ട്രോണും പ്രോട്ടോണും റിലീസ് ചെയ്യൂലേ? ശരിയാണോ? യെസ്, റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന പ്രോട്ടോണ് ഇങ്ങോട്ട് വരും, മാട്രിക്സിലോട്ട് വരും. എന്നാൽ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ എങ്ങോട്ട് കയറും? നമ്മുടെ ഈ ഇലക്ട്രോൺ കാരിയേഴ്സിലോട്ട് കയറും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? എൻറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺ ഇതിലൂടെ മൂവ് ചെയ്യാം. FMN-ലൂടെ വരുന്നു, ദെൻ FES-ലൂടെ വരുന്നു. നോക്കണേ, ഇലക്ട്രോൺ ഇതാ ഇങ്ങനെ വന്നു, ദെൻ യുബീക്വിനോണിലെത്തി.
ഇവിടുന്ന് UQH2 ഇവിടെ നിന്ന് എന്താണ് നമ്മുടെ സൈറ്റോക്രോം ബി, ദെൻ FES, സൈറ്റോക്രോം C1. പിന്നെ ഇവിടുന്ന് പോകുന്നത് ഇങ്ങോട്ടാ. അതായത് അവരുടെ വഴി എങ്ങനെയാ, ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ. അതായത് ഇവരെങ്ങോട്ട് പോകുന്നില്ല, കോംപ്ലക്സ് 2 പോകുന്നില്ല. നോക്കൂ, ഇങ്ങനെ വന്ന് ഫൈനലി ഞാൻ വൈറ്റ് കളർ എടുക്കാം, ഇങ്ങനെ വന്ന് ഇങ്ങനെയാ വരുന്നത്. അപ്പോ ഇവർ ഏതോ കാരിയേഴ്സിലൂടെ പോകുന്നത്. ഒന്ന് കോംപ്ലക്സ് 1, ഇവർ ഒന്ന് എവിടെയാണ്, കോംപ്ലക്സ് 1. അടുത്തത് എവിടെയാ, കോംപ്ലക്സ് 2. അടുത്തത് എവിടെയാ, കോംപ്ലക്സ് 4. ഇവരെവിടെ പോകുന്നില്ല, കോംപ്ലക്സ് 3 പോകുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. ഓക്കെ ആണോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി വരാം. നിങ്ങളുടെ NCERT ഇവർ എക്സ്പ്ലനേഷൻ ചോദിക്കൂല, പക്ഷെ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവങ്ങൾ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ എന്ന് പറയും. ഞാനൊരു 1 മിനിറ്റ് എടുക്കാം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത്, എന്റെ മൈക്ക് ഓൺ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ലെറ്റ് മീ കൺഫേം. ഓക്കെ, മൈക്ക് ഈസ് ഓൺ. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, സോ നമ്മൾ NADH2 എടുത്തു. NADH2 NAD+ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ഇലക്ട്രോൺ റിലീസ് ചെയ്തു. ഈ ഇലക്ട്രോൺ ഇതിലൂടെ മൂവ് ചെയ്യാം. ഇതാ ഫസ്റ്റ് കോംപ്ലക്സ് 1, ദെൻ ഇങ്ങനെ വന്ന് കോംപ്ലക്സ്, അയ്യോ സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയല്ലോ. അതായത് ഏതിലൂടെയൊക്കെ ഇലക്ട്രോൺ പോകുന്നത് ഞാൻ വായിച്ചല്ലേ. നിങ്ങൾ നോക്കൂ, ഇലക്ട്രോൺ ഏതിലൂടെയൊക്കെയാ പോകുന്നത്, ഇലക്ട്രോൺ പോകുന്നത് കോംപ്ലക്സ് 1. കറക്റ്റ് ആണല്ലോ, കോംപ്ലക്സ് 1 നമ്മുടെ ഇലക്ട്രോൺ പോകുന്നുണ്ട്, 1. ദെൻ പിന്നെ ഇതിലൂടെ പോകുന്നത് കോംപ്ലക്സ് 3 പോകുന്നുണ്ട്. യെസ്, കോംപ്ലക്സ് 3 പോകുന്നുണ്ട്. നോക്കൂ, ഇത് കോംപ്ലക്സ് 3 ആണല്ലോ, ഇതിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വന്ന് എവിടെ വരുന്നു, കോംപ്ലക്സ് 4 വരുന്നു. സോ കോംപ്ലക്സ് 4 വരുന്നുണ്ട്. എവിടെ പോകുന്നില്ല, കോംപ്ലക്സ് 2 പോകുന്നില്ല. ഓക്കെ ആണോ? ഇനി നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഈസി തെറിയാൻ പറയാം. ഈ ഇലക്ട്രോൺ കോംപ്ലക്സ് 1 പോകുമ്പോൾ സംഭവിക്കുന്നത് കുറച്ച് എനർജി റിലീസ് ചെയ്യും. ഓക്കെ ആണോ? ഈ എനർജി യൂസ് ചെയ്തിട്ട് നമുക്കറിയാം ഇവിടെ NADH2 NAD+ ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രോട്ടോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. എവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാട്രിക്സിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ഇനീഷ്യലി ഇവിടെ പ്രോട്ടോൺസ് കൂടുതലാണ്, മാട്രിക്സിൽ കൂടുതലാണ്. ഇവിടെ എന്താണ്, ഈ ഇന്റർ മെമ്പറൈൻ സ്പേസിൽ എന്താണ്, കുറവാണ്. ഓക്കെ ആണോ? സോ ഇവിടെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി റിലീസ് ചെയ്യും. ഈ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാല്, ഈ പ്രോട്ടോണ് ഇവിടെ നിന്ന് മാട്രിക്സിൽ നിന്ന് ഇന്റർ മെമ്പറൈൻ സ്പേസ്, ഇത് ഇന്റർ മെമ്പറൈൻ സ്പേസ് ആ. ഓക്കെ, ഇന്റർ മെമ്പറൈൻ സ്പേസ്, ഈ ഇന്റർ മെമ്പറൈൻ സ്പേസിലോട്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോറി, പ്രോട്ടോൺസ് ട്രാൻസ്ഫർ ചെയ്യും. എന്താ സംഭവിച്ചത്, ഇലക്ട്രോൺ കാരിയറിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഒരു എനർജി റിലീസ് ചെയ്യും. ഈ എനർജി യൂസ് ചെയ്ത് പെയർ ഓഫ് പ്രോട്ടോണ് എവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യും, മാട്രിക്സിൽ നിന്ന് ഇന്റർ മെമ്പറൈൻ സ്പേസിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ ആണോ? ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു തിയറി ഞാൻ പറയാം. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏത് ആൻസറും ക്വസ്റ്റിനും ആൻസർ ചെയ്യാം. സോ പെയർ ഓഫ് പ്രോട്ടോൺ ഇപ്പൊ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെമ്പറൈൻ സ്പേസിലോട്ട് വന്നു. ഓക്കെ ആണോ? അതൊന്ന്. ഇനി വീണ്ടും ഇലക്ട്രോൺ ഇങ്ങനെ പോവുകയാണ്. പോയിട്ട് എവിടെ എത്തു, കോംപ്ലക്സ്
ത്രീയിലെത്തി. കോംപ്ലക്സ് ത്രീയിൽ എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. ഈ എനർജി യൂസ് ചെയ്തിട്ട് വീണ്ടും പെയർ ഓഫ് പ്രോട്ടോൺ എവിടുന്ന് എങ്ങോട്ട് മൂവ് ചെയ്യാണ്? മാട്രിക്സിൽ നിന്ന് ഇന്റർ മെമ്പറൈൻ സ്പേസിലോട്ട് മൂവ് ചെയ്യാണ്. സോ സെക്കൻഡ് പെയർ ഓഫ് പ്രോട്ടോൺ ഇവിടെ എത്തി. ഓക്കെ ആണോ? വീണ്ടും നമ്മുടെ ഇലക്ട്രോൺ മൂവ് ചെയ്യാണ്. നമ്മുടെ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആയിട്ടുള്ള സൈറ്റോക്രോം സി യിലൂടെ വന്ന് ദെൻ ഫൈനലി എവിടെ എത്തുന്നുണ്ട്? കോംപ്ലക്സ് ഫോറിൽ എത്തുന്നുണ്ട്. ഓക്കെ ആണോ? ഈ ഇലക്ട്രോൺ കോംപ്ലക്സ് ഫോറിലൂടെ പോകുമ്പോഴും ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യുന്നു. ഈ എനർജി യൂസ് ചെയ്തിട്ട് വൺ മോർ പെയർ ഓഫ് പ്രോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഫ്രം വേർ ടു വേർ? മാട്രിക്സ് ടു ഇന്റർ മെമ്പറൈൻ സ്പേസ്. ഓക്കെ ആണോ? സോ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ പെയർ ഓഫ് പ്രോട്ടോൺ കൂടുതലായിരിക്കും. സോ ഇവിടെ എന്തായിരിക്കും? പെയർ ഓഫ് പ്രോട്ടോൺ കൂടുതലായിരിക്കും. എവിടെ? ഇന്റർ മെമ്പറൈൻ സ്പേസിൽ. എന്നാൽ മാട്രിക്സിൽ എന്തായിരിക്കും? പെയർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കുറവായിരിക്കും. നമുക്കറിയാം എപ്പോഴും പ്രോട്ടോൺ ക്യാൻ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. പ്രോട്ടോൺ എന്ത് ചെയ്യാം? ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെ അവർ മൂവ് ചെയ്യും? അവർക്കൊരു കാരിയർ ആണല്ലോ. നിങ്ങൾ ട്രാൻസ്പോർട്ടിംഗ് പ്ലാൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ സംഭവങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ, തിങ്സിന് ഓരോ സംഭവങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരു കാരിയർ വേണം. ഒരു കാരിയർ ഉണ്ടെങ്കിലല്ലേ അവർക്ക് അതിനെ ആ മെംബ്രെയിനെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എസ്പെഷ്യലി പാസീവായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അവർക്കൊരു സംഭവങ്ങൾ ചാനൽ വേണം അവിടെ മൂവ് ചെയ്യാൻ. അപ്പൊ ഇവിടെ പെയർ ഓഫ് പ്രോട്ടോൺ കൂടുതൽ, പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടുതലാണ്. എന്നാൽ ഇവിടെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പൊ നമുക്കറിയാം ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ ആണോ? എങ്ങനെയാ മൂവ് ചെയ്യുക? അവർ മൂവ് ചെയ്യുക F0 F1 കോംപ്ലക്സ് വഴിയാണ്. ഇതുവഴിയാണ് അവർ മൂവ് ചെയ്യുക. ഓക്കെ ആണോ? ഇമാജിൻ ഫസ്റ്റ് ഓഫ് ഓൾ വൺ പെയർ ഓഫ് പ്രോട്ടോൺ മൂവ് ചെയ്തു എന്ന് വിചാരിച്ചു. വൺ പെയർ ഓഫ് പ്രോട്ടോൺ മൂവ് ചെയ്യുന്നത് ഏതിലൂടെയാ? F0 F1 കോംപ്ലക്സിലൂടെയാ. ഇവിടെ F0 എന്ന് പറയുന്നത് മെയിൻലി ഒരു ചാനലാണ്. F1 എടുക്കുകയാണെങ്കിൽ അവിടെ ATP സിന്തേസ് എൻസൈമിന് നമുക്ക് കാണാൻ പറ്റും. അതായത് അങ്ങനെ അതിനേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് F0 എന്ന് പറയുന്ന ഒരു ചാനലാണ്. F1ൽ നമുക്ക് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റിനെ നമുക്ക് കാണാൻ കഴിയും. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോ പെയർ ഓഫ് പ്രോട്ടോൺ ഇന്റർ മെമ്പറൈൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ചേഞ്ച് ആവുന്നുണ്ട്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇവിടെ കൂടുതൽ, ഇവിടെ കുറവ്. അതൊരു ഗ്രേഡിയന്റ് ആണല്ലോ. അത് ബ്രേക്ക് ആവുന്നുണ്ട്. അതുവഴി കുറച്ച് എനർജി റിലീസ് ചെയ്യും. ഈ എനർജി ഉപയോഗിച്ച് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ, ADP ഇവിടെ ഉണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ADP ഉണ്ടാവും. അതുപോലെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറും? ATP ആയിട്ട് മാറും. ഇപ്പൊ എന്താ സംഭവിച്ചത്? പെയർ ഓഫ് പ്രോട്ടോൺ ഇന്റർ മെമ്പറൈൻ സ്പേസിൽ നിന്ന് മാട്രിക്സിലോട്ട് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ഗ്രേഡിയന്റ് ബ്രേക്ക് ആവുന്നു. അതൊരു എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജി യൂസ് ചെയ്തിട്ട് ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ATP ഫോം ചെയ്യുന്നു. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മള് വൺ പെയർ ഓഫ് പ്രോട്ടോൺ വന്നപ്പോ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്തല്ലോ. ഇവിടെ എത്ര പെയർ ഓഫ് പ്രോട്ടോൺ വന്നിട്ടുണ്ട്? 3 പെയർ ഓഫ് പ്രോട്ടോൺ. അങ്ങനെയാണെങ്കിൽ എത്ര ATP അവർ പ്രൊഡ്യൂസ് ചെയ്യും? 3 ATP പ്രൊഡ്യൂസ് ചെയ്യും. കാരണം നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ 3 പെയേഴ്സ് ഓഫ്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 3 പെയേഴ്സ് ഓഫ് പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യും? 3 ATP. ഓക്കെ ആണോ? ഇനി ഇത് ഈ 3 പെയേഴ്സ് ഓഫ്, അതായത് 3 ATP പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താ? 3 പെയർ ഓഫ് പ്രോട്ടോൺ മൂവ് ചെയ്തതുകൊണ്ട്. ഈ പെയർ ഓഫ് പ്രോട്ടോൺ ഇവിടെ എത്താൻ കാരണം എന്താ? ഇലക്ട്രോൺ മൂവ് ആയതുകൊണ്ട്. ഈ ഇലക്ട്രോൺ എവിടുന്നാ വന്നത്? NADH2 എന്നാ വന്നത്. ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ഒരു NADH2 കൊടുത്തപ്പോ അത് എത്ര ATP പ്രൊഡ്യൂസ് ചെയ്തു? 3 ATP പ്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1 NADH2 വിൽ ബി ഈക്വൽ ടു 3 ATP. 1 NADH2 വിൽ ബി ഈക്വൽ ടു 3 ATP. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു NADH2ന് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ATP എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് റീസൺ. ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. ഇത് ഓക്കെ ആണെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ചെയ്യൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. If you have any doubt, you can ask me right now. Otherwise, just please mention clear or okay, fine, whatever. അജിത്ത് പറയുന്നു ക്ലിയർ. വെരി ഗുഡ്. അബി ക്ലിയർ. അന്ന
ഓക്കെ, ഫൈൻ ഫൈൻ. നിങ്ങൾക്ക് ചോദിക്കട്ടെ, എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മടിക്കാതെ ചോദിക്കണം. ഓക്കെ. ഇനി ഇനി നിങ്ങളെ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ആ, ഇവിടെ നോക്കൂ, ഈ സൈറ്റോക്രോം സി ആരെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കൂ. ഇവിടെ സൈറ്റോക്രോം സി ഏത് കോംപ്ലക്സിനെയാണ് കണക്ട് ചെയ്യുന്നത്? സൈറ്റോക്രോം സി കണക്ട് ചെയ്യുന്നത് കോംപ്ലക്സ് 3, ദെൻ കോംപ്ലക്സ് 4. ശരിയാണല്ലോ. സോ സൈറ്റോക്രോം കണക്ട് ചെയ്യുന്നത് കോംപ്ലക്സ് 3 ആൻഡ് കോംപ്ലക്സ് 4. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും നിങ്ങൾ. ഓക്കെ. നൗ അപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടു, ദാറ്റ് ഇസ് എ മെയിൻ പോയിന്റ് ആക്ച്വലി. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് MCQ എടുത്തോ അവരുടെ ഫേവറേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫൈനലാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഒന്ന് ഇറേസ് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഓക്കെ. നൗ ഇവിടെ സംഭവിച്ചത് എന്താ? നമുക്ക് കാണാം, ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്ത് ഞാൻ വേറെ. ഓക്കെ. ഇലക്ട്രോൺ മൂവ് ചെയ്തു, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഓക്കെ. അതുപോലെ ഓക്കെ, ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് എന്താ സംഭവിക്കുന്ന വെച്ചാല്, ഇലക്ട്രോൺ പുറത്തോട്ട് വരും. ഈ പുറത്തു വരുന്ന ഇലക്ട്രോൺ ആര് അക്സെപ്റ്റ് ചെയ്യും അറിയോ? ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺ ആര് അക്സെപ്റ്റ് ചെയ്യും? ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യും. സോ ഓക്സിജൻ വിൽ കമ്പൈൻ വിത്ത് ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഓക്സിജന് ഇലക്ട്രോണുമായും പ്രോട്ടോണുമായും കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും. സോ പുറത്തു വരുന്ന ഇലക്ട്രോൺ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു? ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒപ്പം ആര് കമ്പൈൻ ചെയ്യുന്നു? പ്രോട്ടോൺ കമ്പൈൻ ചെയ്യുന്നു. ഈ മൂന്ന് പേരും കൂടി എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും. സോ ഫൈനൽ പ്രൊഡക്റ്റ് എന്താ? വാട്ടറാ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹു ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ? ഇവിടെ ഇലക്ട്രോണിനെ ഫൈനൽ ആയിട്ട് ആരാണ് അക്സെപ്റ്റ് ചെയ്തത്? ആരാണ്? ഓക്സിജൻ ആണ്. സോ ഹു ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇൻ ETC എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഓക്സിജൻ ഈസ് ദ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഹു ഈസ് ദ ഫൈനൽ ഹൈഡ്രോജൻ അക്സെപ്റ്റർ ഇൻ ETC? അതാരായിരിക്കും? അതും എന്തായിരിക്കും? സെയിം ഓക്സിജൻ തന്നെ ആയിരിക്കും. കാരണം എന്താണ്? നിങ്ങളുടെ NCERT മെൻഷൻ ചെയ്യുന്ന വേർഡ് എന്താണ്? ഫൈനൽ ഓക്സിജൻ ഈസ് ദ ഫൈനൽ ഹൈഡ്രോജൻ അക്സെപ്റ്റർ. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇലക്ട്രോണും പ്രോട്ടോണും കൂടുമ്പോഴാണ് ഹൈഡ്രോജൻ, റൈറ്റ്? ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ H++ ഇലക്ട്രോൺ ആണല്ലോ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സോ ഹു ഈസ് ദ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ? ഓക്സിജൻ. ഹു ഈസ് ദ ഫൈനൽ ഹൈഡ്രോജൻ അക്സെപ്റ്റർ? എഗെയിൻ ഓക്സിജൻ. ഓക്കെ ആണോ? ഇതാണ് ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു തവണ അവർ നീറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവരുടെ അറേഞ്ച്മെന്റ്, ഇലക്ട്രോൺ കാരിയേഴ്സിന്റെ അറേഞ്ച്മെന്റ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇലക്ട്രോൺ കാരിയേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് സൈറ്റോക്രോം സി, ശരിയാണോ? ദെൻ ഞാനൊന്ന് സൂം ചെയ്യാം. ഫസ്റ്റ് സൈറ്റോക്രോം സി, ദെൻ സൈറ്റോക്രോം എ. ഇതെന്താണ്? സൈറ്റോക്രോം എ. ദെൻ ഇതെന്താണ്? സൈറ്റോക്രോം A3. ദെൻ 2 കോപ്പർ. സോ ഇലക്ട്രോൺ കാരിയേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് സൈറ്റോക്രോം സി, ദെൻ സൈറ്റോക്രോം എ, ദെൻ സൈറ്റോക്രോം A3. ഈ അറേഞ്ച്മെന്റ് ഒരു തവണ അവർ നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. അപ്പൊ കറക്റ്റ് അറേഞ്ച്മെന്റ് എന്താ? ഫസ്റ്റ് സൈറ്റോക്രോം സി, ദെൻ എ, ദെൻ A3. ദെൻ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സൈറ്റോക്രോം A3C. അത് കറക്റ്റ് അല്ലല്ലോ. അപ്പൊ കറക്റ്റ് എന്താ? സൈറ്റോക്രോം സി, ദെൻ എ, ദെൻ A3. ഈ അറേഞ്ച്മെന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോയാൽ ഷുവർ ആണ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ മിസ്സാവില്ല. 100% ഷുവർ. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നിങ്ങളുടെ NCERT ഒന്ന് വായിക്കണം. ദാറ്റ്സ് ഇനഫ് ഫോർ ദിസ് പാർട്ട്, ഫോർ യുവർ നീറ്റ് എക്സാം. ഓക്കെ. നൗ അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇനി നമുക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ 1 FADH2 ഈക്വൽ ടു 2 ATP എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതിലോട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നൗ നമ്മൾ എങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ, ജസ്റ്റ് FADH2 എടുക്കുക. നമുക്കറിയാം, ക്രെബ്സ് സൈക്കിൾ എപ്പോഴാണ് FADH2 പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾ പറയും. ഏത് സ്റ്റേജിലാണ് FADH2 പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏത് കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ്?
നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. അതായത് സക്സിനിക് ആസിഡ് അല്ലെങ്കിൽ സക്സിനേറ്റ് രണ്ടും സെയിം ആണ്. ഫ്യുമാരിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? FAD+, FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് FADH2 ഫോം ചെയ്യുന്നത്. ശരിയാണല്ലോ? FADH2 ഫോം ചെയ്യുന്നത്. സിമിലർലി അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സക്സിനേറ്റ് ഫ്യുമാരേറ്റ് ആയിട്ട് മാറുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? FADH2 ഫോം ചെയ്യുന്നുണ്ട്. ഈ FADH2 FAD+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ, ഇവിടെയും ഓക്സിഡേഷൻ ആണ്, ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് റിലീസ് ചെയ്യും? ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അതുപോലെ എന്ത് റിലീസ് ചെയ്യും? പ്രോട്ടോൺ റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണ് ഇങ്ങോട്ട് വരും. ഇതാ ഇവിടെ ഇലക്ട്രോൺ കാരിയേഴ്സിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഈ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ വന്ന് എവിടെ എത്തുന്ന അറിയോ? യുബിക്വിനോണിലൂടെ ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ വന്ന് താഴോട്ട് പോകും, മുകളിലോട്ട് പോവില്ല, താഴോട്ട് ഇതാ ഇങ്ങനെ വന്ന് ഫൈനലി ഇവിടെ വരും, നമ്മുടെ കോംപ്ലക്സ് 4 വരും. ഓക്കെ ആണോ? ഇപ്പൊ നോക്കൂ, ഇവിടെ ഏതൊക്കെ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ അവർ പോയത്? ഒന്ന് ഏതൊക്കെ കോംപ്ലക്സിലൂടെ അവർ പോയത്? ഒന്ന് കോംപ്ലക്സ് 2 പോയി, ദെൻ കോംപ്ലക്സ് 3, ദെൻ എവിടെയാ? കോംപ്ലക്സ് 4 2, 3 ആൻഡ് 4. ഓക്കെ ആണോ? ഇനി സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇനി ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ FADH2 FAD+ ആയി മാറുമ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നു എന്നും പറഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല്, ലൈക്ക് ഇമാജിൻ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എഗെയിൻ ഒരു സ്റ്റോറി നിങ്ങൾ വിചാരിച്ചോളൂ. ഇവിടെ എത്തുമ്പോൾ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കൊണ്ട് എനർജി റിലീസ് ചെയ്യും. ആ എനർജി യൂസ് ചെയ്തിട്ട് പെയർ ഓഫ് പ്രോട്ടോൺ എവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. 1 പെയർ ഓഫ് പ്രോട്ടോൺ ഈസ് ട്രാൻസ്ഫറിങ് ഫ്രം മാട്രിക്സ് ടു ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ ആണോ? അതുപോലെ ഇലക്ട്രോൺ ഇതിലൂടെ പോയി ഇങ്ങനെ വന്ന് നമ്മുടെ കോംപ്ലക്സ് 4 എത്തുമ്പോഴും എഗെയിൻ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, എഗെയിൻ 1 പെയർ ഓഫ് പ്രോട്ടോൺ വിൽ ബി ട്രാൻസ്ഫറിങ് ഫ്രം മാട്രിക്സ് ടു ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഇങ്ങനെ ഓർത്ത് വെച്ചോളൂ. ഇപ്പൊ എത്ര പെയർ ഓഫ് പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്തു? 2 പെയർ ഓഫ് പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്തല്ലേ? ശരിയാണല്ലോ? ദെൻ എഗെയിൻ ഇവിടെ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഫൈനലി ഇവിടെ എത്തും, അതിനെ ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യും. എലോങ് വിത്ത് പെയർ ഓഫ് പ്രോട്ടോൺ ഇവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എഗെയിൻ ഫൈനലി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാണ്? ഓക്സിജൻ ആണ്. ഫൈനലി ഹൈഡ്രജൻ അക്സെപ്റ്റർ ആരാണ്? ഓക്സിജൻ ആണ്. ഇപ്പൊ നോക്കൂ, നമ്മള് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ നമ്മൾ പറയുന്നത്. ഓക്സിജൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അവിടെ ഓക്സിജന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ലിമിറ്റഡ് അല്ല ആക്ച്വലി. ഓക്സിജന്റെ റോൾ ഇത്രയും പഠിച്ചതിൽ ഓക്സിജന്റെ റോൾ ഇപ്പൊ എന്താണ്? ഓക്സിജൻ ഈസ് എ ഫൈനൽ ഇലക്ട്രോൺ ഓർ ഹൈഡ്രജൻ അക്സെപ്റ്റർ, ഒരു ടെർമിനൽ അക്സെപ്റ്റർ, അത്രയേ ഉള്ളൂ. പക്ഷെ അതെന്താണ്? വളരെ ക്രൂഷ്യൽ ആണ്. നമുക്കറിയാം ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് നടക്കൂല? എയറോബിക് റെസ്പിറേഷൻ നടക്കൂല. പക്ഷെ എന്താണ്? ജസ്റ്റ് ഒരു ടെർമിനൽ അക്സെപ്റ്റർ ആണ്. ഇത് നിങ്ങളുടെ ലൈൻ ഓഫ് NCERT. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. FADH2 നിന്ന് റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഇവിടെ എത്തി ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തി. കോംപ്ലക്സ് 3 എത്തിയപ്പോ എനർജി റിലീസ് ചെയ്തു. പെയർ ഓഫ് പ്രോട്ടോൺ മാട്രിക്സിൽ നിന്ന് ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എഗെയിൻ ഹിയർ ഓൾസോ 1 പെയർ ഓഫ് പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞാലേ ഇവിടെ പെയർ ഓഫ് പ്രോട്ടോൺ കൂടുതലാവും. അപ്പൊ എന്ത് ചെയ്യും? അവര് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനോട് മൂവ് ചെയ്യും. ഏതിലൂടെ മൂവ് ചെയ്യും? F0 F1 കോംപ്ലക്സിലൂടെ മൂവ് ചെയ്യും. ഓക്കെ ആണോ? എഗെയിൻ ഈ 1 പെയർ ഓഫ് പ്രോട്ടോൺ ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ആവും, എനർജി റിലീസ് ചെയ്യും. അത് ഉപയോഗിച്ച് ADP എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ഓക്കെ, ദെൻ സെക്കൻഡ് പെയർ ഓഫ് പ്രോട്ടോൺ ഇതിലൂടെ മൂവ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? എഗെയിൻ സെയിം പ്രോസസ് നടക്കും. വീണ്ടും എന്ത് ചെയ്യും? സെക്കൻഡ് മോളിക്യൂൾ ഓഫ് ATP പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നോക്കൂ, എത്ര ATP പ്രൊഡ്യൂസ് ചെയ്തു? 2 മോളിക്യൂൾസ് ഓഫ് ATP പ്രൊഡ്യൂസ് ചെയ്തില്ലേ? അതായത് 1 പെയർ ഓഫ് പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 1 ATP, സെക്കൻഡ് പെയർ ഓഫ് പ്രോട്ടോൺ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ സെക്കൻഡ് ATP. ടോട്ടൽ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്തു? 2 മോളിക്യൂൾസ് ഓഫ് ATP പ്രൊഡ്യൂസ് ചെയ്തു. ശരിയാണോ? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1 FADH2 will be giving rise to 2 molecules of ATP. കാരണം
ഈ 2 പെയർ ഓഫ് പ്രോട്ടോൺസ് മൂവ് ചെയ്തപ്പോഴാണ് 2 ATP ഫോം ചെയ്തത്. ഈ 2 പെയർ ഓഫ് പ്രോട്ടോൺസ് മൂവ് ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ വരാനുള്ള കാരണം എന്താ? അത് ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. എവിടുന്ന ഇലക്ട്രോൺ വന്നത്? FADH2 എന്നാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 1 FADH2 ക്യാൻ ഗിവ് റൈസ് ടു 2 മോളിക്യൂൾസ് ഓഫ് ATP. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ സ്റ്റോറിയുടെ സമ്മറി എന്ന് പറയുന്നത്. ഞാൻ ഇനീഷ്യലി നിങ്ങളോട് പറഞ്ഞിരുന്നു NADH2 ആൻഡ് FADH2 എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മുടെ ബാങ്കിലുള്ള നമ്മുടെ ക്യാഷ് പോലെയാണ്. അത് ATM മെഷീനിൽ ഇട്ട ക്യാഷ് കിട്ടും, പുറത്തോട്ട് ഫിസിക്കൽ ക്യാഷ് കിട്ടും. സെയിം ആയി ഇവിടെ നമ്മൾ NADH2 എന്ന് പറയുന്ന കറൻസി നമ്മുടെ ATM മെഷീൻ ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ട് കൊടുക്കുമ്പോൾ അത് 3 മോളിക്യൂൾസ് ഓഫ് ATP നമുക്ക് തരും. സിമിലർലി FADH2 കൊടുക്കുമ്പോൾ അത് 2 മോളിക്യൂൾസ് ഓഫ് ATP തിരിച്ചു വരും. സോ ദേ ആർ വർക്കിംഗ് ലൈക്ക് എ ATM മെഷീൻ. ദെൻ ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഫൈനലി ഈ പ്രോട്ടോൺ ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. അതായത് ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ATP, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. സോ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഓക്കെ, ദെൻ ഫൈനൽ ATP പ്രൊഡക്ഷൻ എന്താണ്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ക്ലിയർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ കിടക്കാം. അജിത്ത് ക്ലിയർ ആണെന്ന് പറയുന്നു. അന്നമരിയ ക്ലിയർ. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് 19th ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 19. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ETS occurs in which place? എവിടെയാണ് ETS നടക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നത്? സിമ്പിൾ ആണല്ലോ, പെട്ടെന്ന് ആൻസർ ചെയ്യും. നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അന്ന ആൻസർ ചെയ്തു. വെരി ഗുഡ്. സോ ഇന്നർ മെംബ്രെയിൻ കറക്റ്റ് ആണല്ലോ. ഇന്നർ മെംബ്രെയിൻ. വെരി ഗുഡ്. നെക്സ്റ്റ് എടുക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻസർ ചെയ്യൂ. എനർജി സ്റ്റോർഡ് ഇൻ NADH2 and FADH2 are released in ETS through. Very good question. Reduction, oxidation, hydrolysis, both 1 and 2. ഒന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെഷൻ എടുക്കുന്നതിന്റെ ഇടയിൽ. അന്നൊരു ആൻസർ പറയുന്നുണ്ട്. അജിത്ത്. ഓക്കെ, വെരി ഗുഡ്. സോ നിങ്ങൾ എല്ലാവരും ക്യാച്ച് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ NADH2 എന്തായിട്ട് മാറുന്നു? NAD+ ആയിട്ട് മാറുന്നു. അത് ഓക്സിഡേഷനാ. സിമിലർലി FADH2 FAD+ ആയിട്ട് മാറുന്നു. അതെന്താണ്? ഓക്സിഡേഷനാ. സോ ഓക്സിഡേഷൻ ഓഫ് ദീസ് മോളിക്യൂൾ. നമ്മുടെ എൻ്റെ റെസ്പിറേഷൻ അല്ല കേട്ടോ പറയുന്നത്. നമ്മൾ എൻ്റെ റെസ്പിറേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് NAD+ എന്ത് നടക്കുന്നുണ്ട്? NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണോ? അപ്പോ അവിടെ നടക്കുന്ന എന്താ? ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ ആണ്. നമ്മൾ എൻ്റെ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും പറയണം. നിങ്ങളുടെ NCERT പറയുന്നുണ്ടല്ലോ ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. പക്ഷെ നമ്മൾ സ്പെസിഫിക്കലി ചോദിക്കുമ്പോൾ ഈ NADH2ലും FADH2ലും ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്പെസിഫിക് എന്ത് പറയണം? ഓക്സിഡേഷൻ പറയണം. കാരണം നിങ്ങളുടെ NCERTയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. 21. വട്ട് വിൽ ബി ദ ആൻസർ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ടൈം കളയുന്നില്ല. 22 എടുക്കൂ. 22 ആൻസർ ചെയ്യൂ. When electrons are passed on to oxygen in ETS, it leads to the formation of what? എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്തോളൂ.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ ആൻസർ ചെയ്യുന്ന എന്താണ്? വാട്ടർ ആണ്. ശരിയാണല്ലോ, വാട്ടർ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ 23 എവിടെയാണ് യുബിക്വിനോൺ കാണുന്നത്? കമന്റ് ചെയ്യുന്നില്ലേ നിങ്ങൾ? 23. ഐ ആം സോറി. 23 ആണല്ലേ. അന്ന, വെരി ഗുഡ് വെരി ഗുഡ്. യുബിക്വിനോൺ എവിടെയാടാ? ഇന്നർ മെംബ്രെയിൻ. യുബിക്വിനോൺ നിങ്ങൾക്ക് അറിയില്ലേ? UQ അത് തന്നെയാ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇയാളാണ്. ഇവിടെ നിങ്ങളുടെ ഒരു NCERT ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റെഡ്യൂസ്ഡ് യുബിക്വിനോൺ ഈസ് കോൾഡ്. ആ ക്വസ്റ്റിനോട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, സോ വെരി ഗുഡ്. ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയ. ദെൻ ജസ്റ്റ് നെക്സ്റ്റ് വൺ, 24. ടേക്ക് 24. നല്ല ക്വസ്റ്റ്യനാ. Ubiquinone receives electrons from which of the following? From NADH produced in mitochondrial matrix during TCA cycle, from FADH2 produced during oxidation of succinate in TCA cycle. നല്ല ക്വസ്റ്റ്യനാ, നല്ല ക്വസ്റ്റ്യനാ. ഈ ലെവലൊക്കെ നിങ്ങൾ ഇത്രയും മാക്സിമം നീറ്റിൽ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ലെവൽ വരാം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ റാങ്ക് നന്നായിട്ട് ചേഞ്ച് ചെയ്യുന്ന, ഐ മീൻ ഒരുപാട് റാങ്കിങ് ഒരുപാട് മുകളിലോട്ട് പോകും നിങ്ങൾ. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യൂ. 24. വെരി ഗുഡ് വെരി ഗുഡ്. ശരി ശരി, കിട്ടുന്നുണ്ട്. ബോത്ത് 1 and 2 ശരിയാണല്ലോ. വേണമെങ്കിൽ ഞാൻ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, നമ്മുടെ യുബിക്വിനോണിന് എവിടെ നിന്ന് ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്? NADH2 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുബിക്വിനോൺ ഇവിടെ ഇതെന്താണ്? യുബിക്വിനോൺ ആണ്. ഇവിടെ നോക്കൂ, നമ്മുടെ യുബിക്വിനോണിന് എവിടുന്ന് കിട്ടുന്നുണ്ട്? FADH2 കിട്ടുന്നുണ്ട് ഇലക്ട്രോൺ. ശരിയാണല്ലോ. ഇവിടെയുണ്ട് നമ്മുടെ ആള്, ഇവിടെയുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് എടുക്കാം. 25 എടുക്കൂ. 25. Electrons from NADH produced during TCA are oxidized by which enzyme? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് കമ്മിങ്. വെരി ഗുഡ് വെരി ഗുഡ്. അജിത്ത് എവിടെ? അജിത്ത് എവിടെ? യെസ്, ഇവിടെ എന്താണ്? NADH ഡീഹൈഡ്രോജനേസ. ശരിയാണല്ലോ. ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് എൻസൈം NADH ഡീഹൈഡ്രോജനേസ്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26. ഇത് നിങ്ങളുടെ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. The reduced ubiquinone are also called what? 26 PYQ and line of NCERT. Anna, very good very good. Yes, very good. Answer will be what? Ubiquinol. Okay, then 27. idum line of NCERT. 27. Ajit, Abhi, very good very good. ഇനി 27 കൊടുക്കും. എന്താണ് സൈറ്റോക്രോം C? Anna, very good very good. Abhi, very good. See, സൈറ്റോക്രോം C എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കാരിയർ അല്ലേ? അതെന്താണ്? പ്രോട്ടീനാ, ലിപ്പിഡ് ഒന്നും അല്ല. ഓക്കെ, ഓപ്ഷൻ 3 ഇസ് ദ ആൻസർ. വെരി ഗുഡ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 28 നോക്കാം. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. 28. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെഷൻ എടുക്കുന്നതിന്റെ ഇടയിൽ. ഇത് ആരൊക്കെ ചെയ്യും നോക്കട്ടെ. 28 നല്ല ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർ ഒരു നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും അഭി ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്.
അന്ന, ഓക്കെ, ഗുഡ് ഗുഡ്. സി, ഇവിടെ നോക്കൂ, സൈറ്റോക്രോസി എന്ന് പറയുന്ന ഒരു ഡോണർ ആണോ? നോ. പാസേജ് ഫോർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ആക്ട് ആസ് റിസപ്റ്റർ, മൊബൈൽ കാരിയർ ഫോർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ബിറ്റ്വീൻ കോംപ്ലക്സ് 3 and 4. നോക്കൂ നിങ്ങൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എടുക്കുമ്പോഴേ നമ്മുടെ ഇതാണല്ലോ നമ്മുടെ സൈറ്റോക്രോം സി. ഇതാണ് സൈറ്റോക്രോം. ഞാൻ പറഞ്ഞത് ഇത് മൊബൈൽ കാരിയർ ആണ്. ഇവരൊക്കെ എന്താണ്? സ്റ്റാറ്റിക് ആണ്. നമ്മുടെ സൈറ്റോക്രോം സി എന്താണ്? മൊബൈൽ കാരിയർ ആണ്. പിന്നെ സൈറ്റോക്രോം സി ആരൊക്കെയാ കണക്ട് ചെയ്യുന്നത്? കോംപ്ലക്സ് 3-നെയും, അതായത് കോംപ്ലക്സ് 3-നെയും കോംപ്ലക്സ് 4-നെയും ആണല്ലോ കണക്ട് ചെയ്യുന്നത്. അപ്പോ അതും കറക്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അജിത്, ഓ അജിത്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എൻ സി ആർ ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി എൻ സി ആർ ടി ഗിവൺ ഇൻ എ മാനർ ലൈക്ക് യു ഷുഡ് ഇൻ അണ്ടർസ്റ്റാൻഡ്. അതാണ് പലർക്കും കൺഫ്യൂഷൻ വരുത്തുന്ന കാര്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 29. ഇതും നിങ്ങളുടെ ഒരു പ്രോപ്പർ ക്വസ്റ്റ്യനാ, ഒരു പി വൈ ക്യു മോഡൽ ക്വസ്റ്റ്യനാ. നമ്മൾ പറഞ്ഞു, സെഷൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് 29. എല്ലാവരും ചെയ്യൂ. അജിത്ത്, അബി, യാ അന്ന, ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ട്. സൈറ്റോക്രോം എ, സൈറ്റോക്രോം A3, 2 കോപ്പർ സെന്റർ. ഇതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന് പറഞ്ഞ കോംപ്ലക്സിൽ കാണുന്നുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ നമ്മള് ഇതാണല്ലോ നമ്മുടെ ഇറേസർ എടുക്കട്ടെ. നമ്മുടെ സൈറ്റോക്രോം സി ഓക്സിഡേസ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇതാണ് സൈറ്റോക്രോം സി ഓക്സിഡേസ്. ഇവിടെ എന്തുണ്ട്? 2 കോപ്പർ. ഇതാ, ഇത് സൈറ്റോക്രോം എ, സൈറ്റോക്രോം A3. സോ ആൻസർ വിൽ ബി കോംപ്ലക്സ് 4, സൈറ്റോക്രോം സി ഓക്സിഡേസ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കൂ, 30 എടുക്കൂ. 30 കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 30. When electron passes from complex 1 to 4 in ETS, they are coupled to dash for ATP production from ADP. Simple, simple. 30. വെരി ഗുഡ് വെരി ഗുഡ്. കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അതായത് ATP സിന്തേസ് ആണല്ലോ. When electron passes from complex 1 to 4 in ETS, they are coupled to, കറക്റ്റ് ആണല്ലോ. അതായത് ATP സിന്തേസ്, അതായത് 1 to 4 ഇവർ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഈ മൂവ് ചെയ്യുമ്പോൾ ഈ ATP സിന്തേസ് വഴിയാണ് അവർ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഫൈൻ. നൗ question number 31. Simple question. Oxidation of one molecule of NADs to produce how many molecules of ATP? Very good. Option 3. Oxidation of 2 molecules of FADs to produce how many molecules of ATP? ഇതിന് ആൻസർ വരും 32. Oxidation of 2 molecules of FADH2. 32. Very good very good. 1 molecule എത്ര? 2. So 2 into 2, answer will be 4. Okay, 34 കൂടി എടുത്തോളൂ നിങ്ങൾ. 34. കുറച്ച് ചിന്തിച്ചാൽ മതി. കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അജിത്ത്, അബി 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 ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ഇവിടെ ETS ഓഫ് റെസ്പിറേഷൻ, ഇവിടെ ETS സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം, ഫോട്ടോ ഇവിടെ വരില്ലല്ലോ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ്, അത് ഫോട്ടോസിന്തസിസ് ഇവിടെ വരൂല. ഇനി റിഡക്റ്റീവ് ആണോ ഓക്സിഡേറ്റീവ് ആണോ? ഇവിടെ നമ്മൾ എൻഡ് റെസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്,
റിഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ETSുമായി ബന്ധപ്പെട്ടിട്ട് എന്താ നടക്കുന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ സ്റ്റേജ് എന്താണ്? ഇവിടെ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്സിഡേറ്റീവ് phosphorylation. Okay ആണോ? So answer will be option what? Option 2. Okay. നിങ്ങൾ ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓപ്ഷൻ 2 ആണ്. 4 അല്ലേ? 4 എന്തായിരുന്നു? ബോത്ത് 2 and 3 വരില്ല. ആ അതായത് ഇവിടെ സ്പെസിഫിക്കലായിട്ട് ETS ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡേറ്റീവ് മാത്രം എടുക്കുന്നത്. മനസ്സിലായോ? റിഡക്ഷൻ നടക്കുന്നത് വേറെ സ്ഥലത്താണല്ലോ. ഓക്കെ. അന്ന ഓക്കെ, എല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അജിത്തിന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് 36 എടുക്കും. ലൈൻ ഓഫ് NCERT ആണ്. മാക്സിമം നിങ്ങൾ വെറൈറ്റി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഭാഗവും പക്കയായിരിക്കും. ദെൻ ജസ്റ്റ് നിങ്ങൾ NCERT ഒന്ന് വായിക്കുക, അത്ര മതി. ഓക്കെ. $36. ഓക്കെ. അജിത് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. 36. ഓക്കെ, അബി ആൻസർ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അജിത്ത്, അന്ന, ഓക്കെ, വെരി ഗുഡ്. F1ൽ എന്താണ്? വാട്ട് ഈസ് F1 ഇൻ ATP സിന്തേസ്? പ്രോട്ടീൻ സിന്തസിസ് ആണോ? അല്ല. കണ്ടെയ്ൻ സൈറ്റ് ഫോർ ADP സിന്തസിസ്, അതല്ല. എന്താണ്? ATP പ്രൊഡക്ഷൻ ഫ്രം ADP. അതായത് ADP എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ADP ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 3. വെരി ഗുഡ്, വെരി ഗുഡ്. 37 എടുക്കൂ. 37. അന്ന ആൻസർ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ബാക്കിയുള്ളവരെയാണ്. അബി തന്നിട്ടുണ്ട്. വെരി ഗുഡ്. അജിത്ത്. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടല്ലോ നന്നായിട്ട്. 37 ആണല്ലോ. റോൾ ഓഫ് F0 അല്ലേ? യെസ്. ആക്ടസ് ചാനൽ ത്രൂ വിച്ച് ഇലക്ട്രോൺ ക്രോസ് മെമ്പറൈൻ. അത് ശരിയല്ല. എന്താ ക്രോസ് ചെയ്യുന്നത്? പ്രോട്ടോൺ ആണല്ലോ. സോ ഇതായിരിക്കും ആൻസർ. മൊബൈൽ പ്രോട്ടീൻ കാരിയർ ആണോ? അല്ല. സൈറ്റ് അല്ല. അത് F1 ആണ്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. വെരി ഗുഡ്. അങ്ങനെയാണ് ഇതുകൂടി ഒന്ന് തരും. ഫോർ ഈച്ച് ATP produced, dash passes through F0 from intermembrane space to the matrix down the electron chemical proton gradient. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാ. ഒരു ATPക്ക് എത്ര H+ വേണം? എല്ലാവരും ആൻസർ ചെയ്തു. വെരി ഗുഡ്. 38. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ആൻസർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതിന് ആൻസർ എന്തായിരിക്കും? ഫെർമെന്റേഷൻ. വാട്ട് ഈസ് ദ നെറ്റ് ഗെയിൻ ഇൻ ഫെർമെന്റേഷൻ? 42. ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റേഷൻ ആണ്. നെറ്റ് ഗെയിൻ ഈസ്, നിങ്ങൾ 42 അല്ലേ പറയുന്നത്? 42. അജിത്ത്, ഓക്കെ ഫൈൻ. ഓക്കെ, കിട്ടുന്നുണ്ട് എല്ലാവരും. 2 ATP. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഫെർമെന്റേഷൻ 2 NADP എങ്ങനെ വരുന്നതെന്നുള്ളത്. അതായത് ഗ്ലൈക്കോലൈസിസിൽ കഴിയുമ്പോൾ 2 NADH2ഉം 2 ATP ഉണ്ടാവും. ശരിയാണല്ലോ? അപ്പോ ഫൈനൽ സ്റ്റേജ് ഫെർമെന്റേഷനോട് കടന്നു പോകുമ്പോൾ ഇവര് 2 NAD യൂസും ചെയ്യും. പിന്നെ ബാക്കി എന്താ വരുന്നത്? 2 ATP മാത്രമേ വരുള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം. ദാറ്റ് ഈസ് ദിസ് വൺ.
ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മേജർ പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടി ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ നമുക്കറിയാം, നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാല് ഗ്ലൂക്കോസിനെ കുറിച്ചാണല്ലോ. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ കാര്യം പറഞ്ഞത്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് കഴിച്ച ഇതൊക്കെ നടക്കും. ലൈക്ക് ഗ്ലൂക്കോസ് ആണെങ്കിൽ അത് ഗ്ലൈക്കോലൈസിൽ പങ്കെടുക്കും, എന്നിട്ട് ഇത്രയും സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോകും. ഇതൊക്കെ ഗ്ലൈക്കോലൈസ. അപ് ടു പൈറൂവിക് ആസിഡ് എന്താണ്? ഗ്ലൈക്കോലൈസ. ദെൻ ഗ്ലൈക്കോലൈസ് കഴിഞ്ഞാൽ അസെറ്റൽ കോഎൻസൈം എ ആയിട്ട് മാറും. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ലിങ്ക് റിയാക്ഷൻ എന്നാണ് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞു. പിന്നെ ക്രെബ് സൈക്കിൾ ഉണ്ടാവും. ക്രെബ് സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ റിലീസ് ചെയ്യും. ഫൈൻ എവറിത്തിങ് ഇസ് ഫൈൻ. സോ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല കഴിക്കുന്നത്, നമ്മൾ ഫാറ്റ് കഴിക്കുന്നുണ്ട്, നമ്മുടെ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് എനർജി റിലീസ് ചെയ്യുന്നത്? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഈ പ്രോട്ടീൻ ആണെങ്കിൽ നമുക്കറിയാം പ്രോട്ടീൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അമൈനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടാവും. എന്താ പറയാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. ഓക്കെ, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ചാപ്റ്റർ നിങ്ങൾക്ക്. അപ്പോൾ പ്രോട്ടീൻസ് ഈസ് മെയ്ഡ് അപ്പ് വാട്ട്? അമൈനോ ആസിഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോട്ടീൻസ് വിൽ ബി ബ്രേക്ക് ഇൻ ടു അമൈനോ ആസിഡ്. അമൈനോ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ഈ അമൈനോ ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പൈറൂവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ബൈ എ പ്രോസസ് കോൾഡ് ഡീഅമിനേഷൻ. ദെൻ പൈറൂവിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അസറ്റൈൽ കോഎൻസൈം എ. ദെൻ അഗൈൻ ക്രെബ് സൈക്കിൾ. സോ നോക്കൂ, ഈ പ്രോട്ടീൻ പൈറൂവിക് ആസിഡ് ആയാൽ ബാക്കിയുള്ള സ്റ്റേജുകൾക്ക് ആർക്ക് തുല്യാണ്? ഗ്ലൂക്കോസ് എങ്ങനെയാണ് കടന്നു പോകുന്നത് അതിന് തുല്യ. അപ്പോ പ്രോട്ടീന് പൈറൂവിക് ആസിഡ് ആയി, ദെൻ പ്രോട്ടീൻ അമൈനോ ആസിഡ് ആയി, അമൈനോ ആസിഡ് പൈറൂവിക് ആസിഡ് ആയി. ബാക്കിയുള്ള സ്റ്റേജുകൾ ഗ്ലൂക്കോസിനും നമ്മുടെ പ്രോട്ടീനൊക്കെ തുല്യമായിരിക്കും. ഓക്കെ ആണോ? ദെൻ ഇറ്റ് വിൽ ബി കോമൺ സ്റ്റേജ്. ഓക്കെ, നൗ എന്നാൽ നമ്മൾ ഫാറ്റ് ആണ് കഴിക്കുന്നത് വിചാരിച്ചോളൂ. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റി ആസിഡ് ഉണ്ട്, ഗ്ലിസറോൾ ഉണ്ട്. ഈ ഗ്ലിസറോൾ ആണെങ്കിൽ ഗ്ലിസറോള് ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ദെൻ നമുക്കറിയാം 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ്, 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. ഫൈനലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പൈറൂവിക് ആസിഡ് ആവും. ദെൻ ലിങ്ക് റിയാക്ഷൻ, ദെൻ ക്രെബ് സൈക്കിൾ. സോ ഈ സ്റ്റേജ് മുതൽ ഇവര് കോമൺ ആണ്. ഗ്ലിസറോൾ വിൽ ബി ലൈക്ക് നോർമൽ ഗ്ലൂക്കോസ് ഓൺലി ഫ്രം ഹിയർ ഓൺവേർഡ്സ്. ദെൻ എന്നാൽ നമ്മൾ ഫാറ്റി ആസിഡ് ആണ് എടുക്കണമെങ്കിലോ, ഫാറ്റി ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും എന്നറിയോ? അസറ്റൈൽ കോഎൻസൈം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അതെന്തായിട്ട് മാറും? അത് ക്രെബ് സൈക്കിളിൽ പങ്കെടുക്കും. ദെൻ റിമൈനിങ് സ്റ്റേജ്. സോ ഇവിടെ കാണിക്കുന്നത് നമ്മൾ പല പല സബ്സ്റ്റൻസ് അവർ ഏത് സമയത്താണ് അവര് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൈക്കിളിലോട്ട് കയറുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജ് ചെയ്യും. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പെട്ടെന്ന് മെസ്സേജ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട്. ഇതൊന്ന് ആൻസർ ചെയ്യും. 44 ആൻസർ ചെയ്യും. ഫോർട്ടി ഫോർ. ഓക്കെ, അന്ന ആൻസർ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അജിത്, ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. സോ വിച്ച് among the following is wrong? നിങ്ങൾ റൈറ്റ് റോങ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഹോളിൽ എന്നിട്ട് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകും. ഓക്കെ. Other than glucose, no other substrate can be used in respiratory process. This is absolutely wrong, right? ഗ്ലൂക്കോസിന് പുറമെ നമുക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാം, ഫാറ്റി ആസിഡ് ഉപയോഗിക്കാം, ലിപ്പിഡ് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചേ ഉള്ളൂ. ഫാറ്റ് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് റോങ്. റെസ്പിറേറ്ററി പാത്വേ ഇസ് ആംഫിബോളിക് പാത്വേ. ഇമ്പോർട്ടന്റ് ആണ്. ആംഫിബോളിക് എന്ന് പറഞ്ഞാൽ റെസ്പിറേഷനിൽ അനബോളിസ് നടക്കുന്നുണ്ട്. അതുപോലെ എന്ത് നടക്കുന്നുണ്ട്?
കാറ്റബോളിസം നടക്കുന്നുണ്ട്. So respiration include both anabolism and catabolism. So we can say that respiratory pathway is an amphibolic pathway. I hope it's clear for you guys. Okay. So it's the right one. Then different substrate enter at a different stage in respiratory pathway. That is correct now. നിങ്ങൾ നോക്കൂ ഗ്ലൂക്കോസ് എങ്ങനെ പോകുന്നു നോക്കൂ. എന്നാൽ നമ്മൾ പ്രോട്ടീൻ എടുത്തപ്പോൾ അത് ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലാണ് നമ്മുടെ ഒരു കോമൺ ലോഡ് കയറിയത്. ഫാറ്റ് വേറൊരു സ്റ്റേജിലാണ് കയറിയത്. സോ ഇതെന്താണ് കറക്റ്റ് ആണ്. Wrong will be option only one. That is so option one will be the answer. Okay. Now take question number 45. Anna, very good. Abhi, good. Okay. So fat as respiratory substrate convert to which compound first? നമുക്ക് അറിയാലോടാ, നമ്മൾ പറഞ്ഞല്ലോ ഫാറ്റ് എന്താണ്? ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. നിങ്ങൾ ബയോമോളിക്യൂളിലൊക്കെ പഠിക്കുന്നല്ലേ. ഇപ്പൊ നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടല്ലോ ഫാറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇഫ് നീഡഡ്. ഇവിടെ പറഞ്ഞല്ലോ ഫാറ്റ് എന്തായിട്ട് മാറുന്നുണ്ട്? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. ഫസ്റ്റ് അതായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 4, ബോത്ത് 2 and 3. അങ്ങനെയാണെങ്കിൽ 46 എടുക്കും. നല്ല ക്വസ്റ്റ്യൻ. ഇപ്പൊ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ അജിത്, വെരി ഗുഡ്. 46 എടുക്കും എല്ലാവരും. ഓക്കെ അന്ന, വെരി ഗുഡ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അജിത്ത് 1. ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചാല് നോക്കൂ, നിങ്ങൾക്കറിയാം ഇവിടെ അമൈനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ആണല്ലോ. സോ നിങ്ങൾ ഏതാ വൺ? ഓക്കെ. അമൈനോ ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഫാറ്റി ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? അസറ്റൈൽ കോ എൻസൈം എ. ദെൻ ഗ്ലിസറോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. നമ്മളിത് ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ. സോ ഇവിടെ ഡിസ്കസ് ചെയ്തല്ല, ലൈക്ക് ഇവിടെ ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫാറ്റി ആസിഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? അസറ്റൈൽ കോഎൻസൈം എ. ഗ്ലിസറോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്. പ്രോട്ടീൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? അമൈനോ ആസിഡ് ദെൻ ഇൻടു പൈറുവിക് ആസിഡ്. ഓക്കെ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ദെൻ അങ്ങനെയാണെങ്കിൽ 47 ചെയ്യും നിങ്ങൾ. നോട്ട് 47. ഓക്കെ. ദെൻ ഓക്കെ. സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദെൻ ഫൈനലി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫൈനൽ പാർട്ടിലോട്ട് പോവാം. ഓക്കെ. ഇനി സോ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ്. ഓക്കെ. റെസ്പിറേറ്ററി കോഷ്യൻ ഓർ RQ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കും. റെസ്പിറേറ്ററി കോഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് CO2 ഇവോൾവ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ അബ്സോർബ്ഡ് ആണ്. എമൗണ്ട് ഓഫ് CO2 ഇവോൾവ് ബൈ വോളിയം ഓഫ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്ഡ് ആണ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു RQ ആയിരിക്കും കിട്ടുക. അതുപോലെ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് നിങ്ങൾക്കൊരു RQ ആയിരിക്കും കിട്ടുക. ദെൻ ഓർഗാനിക് ആസിഡ്സ്
നിങ്ങൾ ഓർഗാനിക് ആസിഡ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ആർക്യു ആയിരിക്കും കിട്ടുക. നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആണ് എടുക്കുന്നത്, നിങ്ങളുടെ ആർക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് എമൗണ്ട് ഓഫ് CO2വും എമൗണ്ട് ഓഫ് ഓക്സിജനും ഇവോൾവ് ചെയ്തത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ആർക്യു എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്നാൽ നിങ്ങൾ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് എടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. വാല്യൂ ഡിഫറെന്റ് ആയിരിക്കാം. ഓക്കെ, വാല്യൂ ഡിഫറെന്റ് ആയിരിക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രോട്ടീന്റെ 0.9 ആണല്ലോ നിങ്ങളുടെ NCERT കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഫാറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. പക്ഷേ പ്രോട്ടീനും ഫാറ്റും ഡിഫറെന്റ് ആണ് ആർക്യു, ബട്ട് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1, റൈറ്റ്? എന്നാൽ ഓർഗാനിക് ആസിഡ്സ് എടുക്കുകയാണെങ്കിൽ ആർക്യു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഓർത്തിരിക്കണം. കാർബോഹൈഡ്രേറ്റ് എന്താണ്? ആർക്യു വിൽ ബി ഈക്വൽ ടു 1. ഫോർ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആർക്യു വിൽ ബി ലെസ് ദാൻ 1. ഫോർ ഓർഗാനിക് ആസിഡ്സ് ആർക്യു വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ ആണോ? ഇത്രയും നിങ്ങൾ ഓർക്കണം. ഒപ്പം നിങ്ങളുടെ NCERT ഒരു ട്രൈപാൽമിറ്റിന്റെ ആർക്യു കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂ നിങ്ങൾ പഠിക്കണം. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അതിലൂടെ നമുക്ക് അത് പഠിക്കാം. ഓക്കെ ആണോ? Then, first of all, 49 നിങ്ങൾ ആൻസർ ചെയ്യൂ. What will be the answer? 49. Simple question. $49. Okay. RQ will be equal to volume of CO2 evolved by volume of oxygen consumed. Very good. So answer will be option 1. Then what about 50? Question number 50. What will be your answer? $50. ഇതാണ് നിങ്ങളുടെ നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. RQ for the following equation. ഉം, 50 ആണോ നിങ്ങൾ ആൻസർ ചെയ്യുന്നത്? അജിത്ത്, വെരി ഗുഡ്, വെരി ഗുഡ്. അബി, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. സോ ഇതെങ്ങനെ ചെയ്യുന്നുണ്ടത്? RQ എന്ന് പറഞ്ഞാൽ എന്താ? RQ വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് CO2 ഇവോൾവ് ബൈ ഓക്സിജൻ കൺസ്യൂംഡ് ആണല്ലോ. ഇവിടെ CO2 എത്രയാ? 102. 102. ഓക്സിജൻ എത്രയാ? 145. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാ? 0.7 ആണല്ലോ. ഇതെന്താണ്? ട്രൈപാൽമിറ്റിൻ, റൈറ്റ്? ട്രൈപാൽമിറ്റിൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ 0.7 വിൽ ബി ദ ആൻസർ. സോ സോ നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? Like we covered oxidative phosphorylation, electron transport system, then common respiratory pathway, and finally respiratory quotient. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സംഭവം, നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും. സോ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. സോ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ആൻസർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺസെപ്റ്റ് കിട്ടിയതുകൊണ്ട് നിങ്ങൾ ക്വിക്കായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ആക്ച്വലി ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു സ്കോർ കംപ്ലീറ്റ് ഫ്രം യുവർ ഇൻകമിങ് നീറ്റ് എക്സാം. എനിക്ക് സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇത്രയായിട്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ക്ലാസ്സിനെ കുറിച്ച്? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, നോ സർ, പക്ക. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. What about Anna? Is there any doubt or is it clear? Okay, ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് NCERT അറ്റ് എ ടൈം ജസ്റ്റ് ഒന്ന് വായിക്കുക, 1 ടൈം വായിക്കുക. ദെൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് വിൽ ബി ഇനഫ് ഫോർ യുവർ നീറ്റ് എക്സാം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഐ എം എൻഡിങ് ദ സെഷൻ. ഓക്കെ, ബൈ.